ടീം കഴിഞ്ഞ സെഷനിൽ നമ്മൾ നമ്പർ അതേപോലെ പിന്നെ മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്പറും ഇൻഡിജറും ഫ്ലോട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ല. അപ്പോൾ നമുക്ക് ഇൻഡിജറും ഫ്ലോട്ടും വെച്ചിട്ട് നമുക്ക് കുറേ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, അരിത്മെറ്റിക് ഓപ്പറേഷൻസും മറ്റും, അതുപോലെ മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഞാൻ N1 ഈക്വൽ ടു 100, അതേപോലെ N2 ഈക്വൽ ടു ഞാൻ ഒരു 50 കൊടുക്കാം. നമുക്കറിയാം ഇതിൻ്റെ സമ്മയും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പ്രിൻ്റ് ഓഫ് N1 പ്ലസ് N2 കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കൊരു വേരിയബിൾക്ക് സം എന്ന് പറയുന്ന ഒരു വേരിയബിൾക്ക് ഞാൻ എന്താണ് N1 പ്ലസ് N2 കൊടുക്കാം. ഓക്കെ, പൈത്തണിൽ ശരിക്കും നമ്മുടെ ഈ ഇൻഡൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ എറർ അടിക്കും, അൺഎക്സ്പെക്റ്റഡ് ഇൻഡൻറ്റേഷൻ എന്നുള്ളത്. സ്പേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ നമ്മൾ പിന്നീട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഞാനിപ്പം ഈഫ് എന്നെല്ലാം കൊടുത്തിട്ട് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ കോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യൽ മറ്റ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതേപോലെ കേളി ബ്രേസിലാണ് നമ്മൾ ഉപയോഗിക്കുക. പൈത്തണിൻ്റെ കേസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം ഇൻഡൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്പേസിലിട്ടാണ് കൊടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇൻഡൻറ്റേഷൻ ഒരു മീനിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെറുതെ എല്ലായിടത്തും പോയിട്ട് കോഡ് വെറുതെ സ്പേസ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. ആവശ്യത്തിന് നോക്കിയിട്ടാണ് നമുക്ക് ഇതേപോലെ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ നമുക്ക് ഓപ്പറേഷൻസ് പ്ലസും മൈനസും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് ഓഫ് സം എന്നുള്ളത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, 150 എന്നുള്ളത് കാണാൻ പറ്റും. ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ തന്നെ ജസ്റ്റ് നമ്മൾ നേരത്തെ മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു പൈത്തൺ എന്ന് പറയുന്നത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഷെല്ല് കിട്ടും, അല്ലെങ്കിൽ ഒരു കമാൻഡ് ലൈൻ കൺസോൾ കിട്ടും. അവിടെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ N1 ഈക്വൽ ടു ഞാനൊരു 200 കൊടുത്തു, അതേപോലെ N2 ഈക്വൽ ടു 100 കൊടുത്തു. എനിക്കിവിടെ N1 പ്ലസ് N2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് കൊടുത്തതിന് ഈക്വലൻ്റ് ആണ്. എനിക്ക് അതിൻ്റെ സമ്മ് ഞാൻ N പ്ലസ് N2 കൊടുത്തത്, വേരിയബിൾ നെയിം തെറ്റിപ്പോയി. ഞാൻ N1 പ്ലസ് N2 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റും. പ്രിന്റ് കൊടുക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവാലുവേറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ തന്നെ കാണിച്ചു തരും. അതേപോലെ എനിക്ക് ആണെങ്കിൽ സം ഈക്വൽ ടു N1 പ്ലസ് N2 കൊടുക്കാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അതേപോലെ N1 മൈനസ് N2 കൊടുക്കാം, അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അതേപോലെ N1 ഡിവൈഡഡ് ബൈ N2 കൊടുക്കാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അതേപോലെ N1 മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർ ആണ്. അപ്പം N1 ഇൻറ്റു N2 നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ബേസിക്കൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇവിടെയും ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ റിസൾട്ട് ഈക്വൽ ടു N1 ഇൻറ്റു N2 കൊടുക്കാൻ പറ്റും, എനിക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും. അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഇത് കൂടാതെ ഇപ്പം എനിക്ക് N1 ഇപ്പം ഞാൻ X ഈക്വൽ ടു ഒരു 5 കൊടുത്തു, അതേപോലെ Y ഈക്വൽ ടു ഞാൻ ഒരു 3 കൊടുക്കുകയാണ്. 3യിൽ നമുക്ക് എത്ര പ്രാവശ്യം 5 പോകും? ഒരു പ്രാവശ്യമേ പോകുള്ളൂ. അതിൻ്റെ റിമൈൻഡർ എത്ര കിട്ടുക, ശിഷ്ടം എത്ര കിട്ടുക? നമുക്ക് 2 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ അതിൻ്റെ റിമൈൻഡർ കിട്ടാൻ വേണ്ടി ഏകദേശം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ളത് തന്നെയാണത്. ഞാൻ നമുക്ക് ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് കണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് മോഡ് എന്ന് പറയാം. ഇതിൻ്റെ മോഡ്യൂളോ ഓപ്പറേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ മോഡ് എക്സ് മോഡ് വൈ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് ഈ ഷെല്ലിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സിറ്റ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എനിക്കിവിടെ പൈത്തൺ സാമ്പിൾ .py എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ റിസൾട്ട് ഇപ്പം അതിൻ്റെ റിമൈൻഡർ 2 ആണ്. കാരണം 5ൽ 3 ഒറ്റ പ്രാവശ്യമേ പോകുള്ളൂ, ബാക്കിയുള്ള റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ റിമൈൻഡർ കണ്ടെത്താൻ വേണ്ടി ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഓപ്പറേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
പിന്നെ നമുക്കുള്ളത് പവർ ഓപ്പറേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് പിന്നെ 5⁻³ അല്ലെങ്കിൽ 5⁻³ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം 5 × 5 × 5 ഇങ്ങനെ 3 മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഉപയോഗിക്കേണ്ടത്, അതിന് നമുക്ക് എക്സ് പിന്നെ 2 സ്റ്റാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് പവർ ഓഫ് എന്നുള്ളതാണ്. അപ്പം x⁻⁵ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 5⁻³ എന്ന് പറയുന്നത് 125, 5 × 5 × 5. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡബിൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അത് പവർ ഓഫ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതേപോലെ പവർ ഓഫ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഡബിൾ സ്റ്റാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ബിൽട്ടിനായിട്ടുള്ള ഫങ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ POW പവർ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ. ഇപ്പം ഞാൻ x,y എന്ന് പറഞ്ഞു പറഞ്ഞാൽ എക്സിൻ്റെ y ടൈംസ് നമുക്ക് പവർ കണ്ടെത്താൻ പറ്റും. സേവ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ രണ്ടും നമുക്ക് 125 എന്നുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഡബിൾ സ്റ്റാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പവർ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസും കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വേറെ കുറച്ചുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്ത് ഒരു വേരിയബിൾ ഉണ്ട്. ഞാൻ ആവറേജ് ഈക്വൽ ടു ഞാൻ ഒരു 50.5 എന്നുള്ളതാണ്. എനിക്ക് ഈ 50.5 എന്നുള്ളതിൻ്റെ ഇത് ശരിക്കും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണല്ലോ. അപ്പോൾ ഇതിനെനിക്ക് എന്ത് ചെയ്യണം, ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇതെനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാണ്. എനിക്കിതിനെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് ഞാൻ ഈ ആവറേജ് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഈ ആവറേജ് എന്നുള്ളതിൻ്റെ വാല്യൂവിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രം, ബാക്കിയുള്ള പോർഷൻ ഒഴിവാക്കിയിട്ട് ഇൻറ്റിജർ വാല്യൂ മാത്രം എനിക്ക് കിട്ടും. അതിൽ 50.5ൻ്റെ 50 മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് ഇൻറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അതിന് വേണ്ടി അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ ടൈപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് കാസ്റ്റിംഗ് അതിന് പറയാം. അത് നമുക്ക് അടുത്ത സെഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.